നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗ്രേസമ്മ കൊണ്ട് കൊടുത്ത ഡ്രസ്സൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി കാണുവാണ് രേവതിക്കുട്ടിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നീട് ഗ്രേസമ്മ എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് ആദ്യം ഒരു ഡ്രസ്സ് എടുത്തു. പിന്നീട് ഇത് കണ്ടോ, ഇത് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇടാനുള്ള വല്ല കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ പിന്നീട് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക് വീട്ടിലിടാനുള്ളത്. പിന്നെ വേറെ കുറച്ചെണ്ണം എടുത്തിട്ട് പറഞ്ഞു, ഇത് നമുക്ക് വെറുതെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതെന്ന് പറയണം. അതൊക്കെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് രേവതിക്കുട്ടി ഇങ്ങനെ കണ്ണും പിഴിഞ്ഞ് നിൽക്കുകയാണ്. എന്താടി നീ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കണം. അല്ല, ഇതുപോലത്തെ ഡ്രസ്സൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് കിട്ടുന്ന ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും അലീനി ചേച്ചി ആരുടെയൊക്കെ പോയി ചോദിച്ച് വാങ്ങിച്ചിടുന്നതായിരുന്നു പറയണം. എനിക്കെന്നല്ല, അവിടെയുള്ള എല്ലാവർക്കും അതുപോലൊക്കെ തന്നെയായിരുന്നു പറയണം. അതാണ് കാര്യം. ദേ വെറുതെ നീ ഇങ്ങനെയൊന്നും പറയാതെ ഇതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ നോക്കാൻ പറയണം. അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, അവിടെ നിൽക്കാൻ പറയണം. പെട്ടെന്ന് രേവതിക്കുട്ടി നിന്നു. എന്താ കാര്യം നിൽക്കണം? അത് പിന്നെ ഇങ്ങ് നോക്കി കവർ തരാൻ മറന്നു പറയണം. പിന്നീട് ആ കവർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് എന്താണെന്നറിയോ, നിനക്കുള്ള പെർഫ്യൂം, ഹെയർ സ്പ്രേ, ക്രീം, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇനി നിനക്കാന്ന് പറയണം. രേവതിക്കുട്ടി ഒരു അന്താളിപ്പോട് കൂടിയിട്ടാണ് അവരെ നോക്കുന്നത്. പിന്നീട് രേവതിക്കുട്ടി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഗ്രേസമ്മയുടെ മാമച്ചൻ പറഞ്ഞു, അവൾക്ക് ഭയങ്കര സന്തോഷമായില്ലേന്ന് ചോദിക്കുക. അതെ, അവൾക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആരാ മാമച്ചായ ഉണ്ടായിരുന്നേ? ഇപ്പം കണ്ടില്ലേ, നമ്മൾ വാങ്ങിച്ചു കൊടുത്തപ്പം അവളുടെ മുഖത്തെ ആ സന്തോഷം കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് രേവതിക്കുട്ടി ആ ഡ്രസ്സൊക്കെ ഇട്ടു. രേവതിക്കുട്ടിയാൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് താഴേക്കും കൂടെ ഇറങ്ങി വരുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചനും ഗ്രേസമ്മയ്ക്കും ഭയങ്കര സന്തോഷം തോന്നി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ വന്നിട്ട് നിന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് ചോദിക്കാം. കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് രണ്ടുപേരും പറയണം. പിന്നീട് രേവതിക്കുട്ടി അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും മാമച്ചൻ വിളിച്ചു, അവിടെ നിൽക്കടിന്ന് പറയണം. എന്താ കാര്യം ചോദിക്കുകയാണ്. ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. പിന്നീട് മാമച്ചൻ എന്തെങ്കിലും അവളുടെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. രേവതിക്കുട്ടിക്ക് സന്തോഷമായി. സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് അലീനയെ കാണാനായിട്ട് മണിശങ്കർ വരുവാണ്. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന വന്ന് കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ മണിശങ്കർ, ഞാൻ കരുതിയതുള്ളൂ മനുവേട്ടനായിരിക്കും എന്ന് വന്നിരിക്കുന്നത്. എനിക്കറിയാമായിരുന്നു പറയാം. അതെന്താ, എനിക്കങ്ങനെ തോന്നിയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മണിശങ്കർ പറഞ്ഞു, അതെ എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പം അങ്ങനെ ആയിരിക്കുന്നു. എങ്ങനെ ആയിരിക്കുന്നു? അല്ല, ഞാനാ വന്നിരിക്കുന്നതെന്നും അതെങ്ങനെ മനസ്സിലായി? അതെ, നമ്മൾ റഡാർ സംവിധാനം പ്രവർത്തിക്കും എന്ന് പറയണം. റഡാർ സംവിധാനോ? അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല, ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി അലീന എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് ചോദിക്കണം. ഓഹോ, അങ്ങനെയാണല്ലേന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നപ്പോൾ അലീനയ്ക്ക് തോന്നിയത് ഞാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ. ശരി വാ എന്നൊക്കെ പറയണം. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നു ചോദിച്ചു, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കണം. എനിക്ക് സുഖം മനുവേട്ടാന്ന് പറയാം. അല്ല, എങ്ങനെയുണ്ട് വൈജയന്തി ആൻറ്റി, പോരോ ആടിയോ വഴക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യാനാ, അവർക്ക് അറിയില്ലല്ലോ ഞാൻ ആരാന്നുള്ള കാര്യം. അറിയില്ലെന്നോ? നീ ആരാന്നുള്ള കാര്യം? എന്താ അലീന എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഒരു പതർച്ച ഉണ്ടായി. ദൈവമേ, താൻ അബദ്ധം വല്ലതും പറഞ്ഞു എന്നൊരു രീതി. പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു, അത് പിന്നെ ഞാൻ പാവാന്നുള്ള കാര്യം ഇവിടുത്തെ മാഡത്തിന് അറിയില്ലോ, അതാന്ന് പറയണോ? ഓ അങ്ങനെ എന്ന് പറയണം. പിന്നീട് മനുഷ്യങ്ങൾ എന്ത് ചെയ്യണം, മുത്തശ്ശിയെ കാണാനും കൂടി കയറി ചെല്ലുവേണം. സൗദാമിനിയമ്മയ്ക്ക് മനുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആഹാ, നീ വന്നോടാ മോനെ, എന്നാ വന്നേന്ന് ചോദിക്കുക. ഇന്ന് രാവിലെ എത്തിയതോളെന്ന് പറയണം. അല്ല, ഇനിയിപ്പോൾ ലീവുണ്ടോ? 2 ദിവസത്തിന് ലീവാ, അത് കഴിയുമ്പോൾ തിരിച്ചു പോകണം മുത്തശ്ശി എന്ന് പറയണം. അല്ല, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അയ്യോ, അത് ഞാൻ മറന്നുപോയെന്ന് പറയണം. സാരില്ല, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതും കൂടെ കൂട്ടി കൊണ്ടുവന്നാൽ മതി എന്ന് പറയാം. അത് ശരി, അത് ഞാൻ കൊണ്ടുവരാമെന്ന് പറയണം. പിന്നീട് മുത്തശ്ശി ഞാൻ ഇവിടെ തമാശ പറഞ്ഞ കേട്ടോ, നീ ഒന്നും കൊണ്ടുവരുവാൻ വേണ്ട, ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. നിന്നെ ഒന്ന് കാണുന്ന തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേന്ന് ചോദിക്കും. പിന്നീട് മുത്തശ്ശിയോട് ചോദിച്ച്, കാലിൻ്റെ കാര്യമൊക്കെ എങ്ങനെയായി? അതൊക്കെ ഓക്കെയാന്ന് പറയണം. ഒരു കുഴപ്പമില്ല. അലീനയല്ലേ ഉള്ളേ, അലീന ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല എന്ന് പറയണം. ഇനി ഞാൻ ഓടിച്ചാടി നടക്കുമെന്ന് പറയണം. അവൾ കൂടെ ഉണ്ടാൽ തന്നെ ഒരു വലിയ ധൈര്യമാണെന്ന് പറയണം. ഈ സമയത്ത് മനുഷ്യൻ കുറിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല അവൾക്കിവിടെ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും വൈജയുടെ സ്വഭാവം കൂടി പിടിക്കണില്ല എന്ന് പറയാം. അതെന്താ, അവൾക്കാണെങ്കിൽ അലീന എന്ത് ചെയ്താലും കുറ്റമാണ്. അത് എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം കുറ്റം മാത്രമേ ഉള്ളൂ. എപ്പോഴും എന്ത് കാണിച്ചാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായെന്ന് പറയാം. എന്താ, അവളുടെ ഒരു 1.5 പവൻ്റെ മോതിരം അങ്ങോട്ട് കാണാതെ പോയി. അത് കാണാതെ പോയെന്നും പറഞ്ഞുകൊണ്ട് അലീനയെ കുറ്റപ്പെടുത്തി അവൾ എടുത്തെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ടോ എന്താ സംഭവിച്ചേ? അവസാനം അവളുടെ പേഴ്സിനകത്തുനിന്ന് തന്നെ ഇത് കിട്ടി. ദൈവമേ, കുറച്ച് കഷ്ടമായി പോയെന്ന് പറയാം. പാവമൊക്കെ വെച്ച എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. അപ്പോഴേക്കും അലീന അങ്ങോട്ട് കയറി വന്നു.
അലീന ഇത് കേട്ടോണം വന്നേ. അലീനയോട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ സത്യമാണ് അലീന പറയണേ, ഇതൊക്കെ ഇവിടെ നടന്നാണ് നിൽക്കും, എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലെന്ന് നിൽക്കും. അത് പിന്നെ അത്ര പറയാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, നിനക്ക് എന്നോടൊന്നും പറയാൻ മേലായിരുന്നു ചോദിക്കും. നിനക്ക് മൊബൈൽ ഫോൺ ഇല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മൊബൈൽ ഫോൺ എനിക്കില്ല, ബ്രിജിത്താമ്മയുടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് കഴിഞ്ഞ ദിവസം ചാർജ് ഇട്ട് നോക്കിയപ്പോഴത്തേനും പറ്റുന്നില്ല, അത് വിളിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറയണം. ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറയണം. ഒരു പഴയ ഫോണ്, നോക്കിയുടെ ഫോൺ എടുത്ത് കാണിക്കണം. ഇതാണോ? ഇത് ജാംബോൻ്റെ കാലത്തുള്ള ഫോണാണല്ലോ, ഈ ഫോണാണോ ഉപയോഗിക്കണമെന്ന് നിൽക്കും. ഇതാ എന്ന് പറയണം. പിന്നീട് പറഞ്ഞു, ഇതിൻ്റെ നമ്പർ എത്താമെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബാഗിനകത്ത്. ആ നമ്പർ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് മിക്കവാറും ചാർജ് ആകാത്തതുകൊണ്ട് ഡീആക്ടിവേറ്റ് ആയി പോയതായിരിക്കും എന്ന് പറയണം. അങ്ങനെ മനുഷ്യങ്ങൾ ചാർജ് ചെയ്തു. ആക്ടിവേറ്റ് ആയി കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. അല്ല ഇതിന് എത്ര രൂപയായെന്ന് ചോദിക്കുക. അതോ, പൈസ തരാനായിരിക്കുമല്ലേ, എനിക്കറിയാം നീ കണക്ക് സൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നല്ല കടുപ്പത്തിൽ എനിക്കൊരു ചായ ഇങ്ങ് എടുത്ത് തരാം വെക്ക, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. പിന്നീട് അലീന താഴേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് മുത്തശ്ശി ഇതെല്ലാം നോക്കി കാണുമായിരുന്നു. അവർ രണ്ടുപേരുടെ സംസാരവും അവർ രണ്ടുപേരും രീതികളും കാര്യങ്ങളും എല്ലാം. മുത്തശ്ശിക്ക് എന്തോ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്നുണ്ട്. നല്ല ജോഡിയാണ് താനും രണ്ടുപേരും, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നീട് അലീന താഴെ ചെന്ന് നല്ല ചൂട് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോഴേക്കും മണിശങ്കർ ഇറങ്ങി വന്നു. മണിശങ്കറിന് കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. ആ സമയത്ത് അലീൻ്റെ ഇതിലൊന്നും ആവശ്യമില്ലായിരുന്നു, ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയാം. അലീനയ്ക്ക് വേണ്ടെന്ന് നിൽക്കും, ഞാനും കഴിച്ചെന്ന് പറയണം. പിന്നീട് അലീന ചോദിച്ചാൽ എന്താ കഴിച്ചേ? പുട്ടും പഴമായിരുന്നു പറയണേ. പുട്ടും പഴമോ? അതെ. അല്ല കഴിഞ്ഞ ദിവസം വന്നപ്പോഴും പുട്ടും പഴമായിരുന്നല്ലോ. അതെ, അവിടെ എങ്ങും അങ്ങനെയാന്ന് പറയണം. അതെന്താ അങ്ങനെ? അതൊരു വലിയ കഥ തന്നെയാന്ന് പറയണേ. കഥയോ? അതെന്ത് കഥ എന്ന് ചോദിക്കണം. അതെ, കൊല്ലപ്പറമ്പിലെ കുറച്ച് സ്ഥലമുണ്ട് അവൻ്റെ പുറയിലായിട്ട്. ആ എനിക്കറിയാം, നിറച്ച് വാഴക്കൃഷിയല്ലേ നിൽക്കും. അതെ, ആ വാഴക്കൃഷിയുടെ കാര്യം പറഞ്ഞാൽ വലിയൊരു കഥ തന്നെയാണ്. ഈ വാഴയെന്ന് പറഞ്ഞാൽ കൊലയ്ക്കുമല്ലോ, കൊലയ്ക്കും. അങ്ങനെ അതങ്ങോട്ട് പഴുക്കും. കുറച്ചാൾ കഴിയുമ്പോൾ കായ്ച്ച് പഴുത്ത് കഴിയുമ്പോഴത്തേനും അത് വീട്ടിലേക്ക് അവിടെ കൊണ്ടുവരും. പിന്നെ അറിയാലോ, അത് തീർക്കാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കും. അവസാനം പുട്ടും പഴം ഒരു വാഴക്കൊല പഴുത്ത് തീർന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ സമാധാനിക്കും, രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് അടുത്ത ദിവസം വേറെ എന്തെങ്കിലും കിട്ടുമെന്ന്. പക്ഷേ പിറ്റേ ദിവസം ഇത് തന്നെ ആയിരിക്കും എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ പഴത്തിന് വേണ്ടി തന്നെയാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ പുട്ടുണ്ടാക്കുന്ന പഴത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ചിരിച്ചു. അലീനയ്ക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. മനുഷ്യങ്കർ കുറേ കോമഡിയും കാര്യങ്ങളെല്ലാം പറയണം. ഈ സമയത്ത് അലീന പറഞ്ഞു, മതി മനുവേട്ട, ഞാൻ ചിരിച്ചു മടുത്തെന്ന് പറയണം. പിന്നീട് മനുഷ്യങ്കർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ എന്നും പുട്ടുണ്ടാക്കുന്നത്, പഴത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയണം. അല്ല, ഞാൻ അങ്ങ് വന്ന ദിവസം അവിടെ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ, അതോ? അത് നീ ഉള്ളതുകൊണ്ടല്ലേ, നിന്നോട് കൽപ്പിക്കാലോ അമ്മയ്ക്ക്, അതെടുക്കടി ഇതെടുക്കടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ആരുമില്ലോ, അമ്മ തന്നെ വേണ്ട എല്ലാം തയ്യാറാക്കാമെന്ന് ചോദിക്കും. ഓ അങ്ങനെയാണല്ലേ ചോദിക്കണേ. പിന്നീട് മനുഷ്യങ്കർ പറഞ്ഞു, അതെ എനിക്ക് മിക്കവാറും ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് ട്രാൻസ്ഫർ ആവുമെന്ന് പറയണം. ട്രാൻസ്ഫർ ആവുമോ? അതെന്താ അങ്ങനെ? അത് പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനാ. ഇവിടെ ജോയിൻ ചെയ്യാനാ? അല്ല, ഇൻഫോ പാർക്കിൽ. ഓ അങ്ങനെയാണല്ലേ. അവിടുത്തെ അത്ര വലിയ സാലറിയും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് പോയി വരാലോ, അത് തന്നെ ഒരു സമാധാനം എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനൊന്നും മിണ്ടിയില്ല. അല്ല, ഞാൻ എന്താ ചെയ്യണ്ടേ, വരണോ അത് അവിടെ നിൽക്കണോന്നൊക്കെ ചോദിക്കുകയാണ്. അലീനയ്ക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? അലീന പറഞ്ഞു, അതിപ്പം ഞാനെന്ത് പറയാനാ, ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരി മാത്രമല്ലേ, അതൊക്കെ ഞാൻ പറയാം മനുവേട്ടൻ്റെ ഞാൻ പറയാനുള്ള എനിക്ക് അയാളുടെ യോഗ്യതയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയണം. അങ്ങനെയാണ് അലീന പറയുന്നത്, അല്ലാതെ അലീനയ്ക്കൊന്നും പറയാൻ പറ്റില്ലോ. എന്നാൽ ശരി ഞാൻ ഇറങ്ങുവാന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യങ്കർ യാത്രയൊക്കെ ചോദിച്ചങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് രേവതിക്കുട്ടി മാമച്ചനും ഗ്രേസമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരം എല്ലാം കൊണ്ടുവച്ചു. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, നീ കഴിക്കണില്ലെന്ന് ചോദിക്കാം. എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയാം. അതെന്താ? ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറയാം. ഗ്രേസമ്മ പറഞ്ഞു, ഇവളിങ്ങനെ ഇവിടെ നിൽക്കുന്ന എന്താണെന്നറിയോ, നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനാ എന്ന് പറയണം. എടി സത്യം പറ, നീ എന്തൊക്കെയാ വെട്ടി ഒഴുങ്ങണേന്ന് മാമച്ചൻ ചോദിക്കണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എന്താണെന്നറിയാവോ, 1/2 കിലോ ബീഫ്, ഒരു 10-12 ചപ്പാത്തി, ഒരു പ്ലേറ്റ് ചോറ്, കറികൾ എന്നൊക്കെയാന്ന് പറയണം. ഇത് കേട്ട് മാമച്ചൻ ചോദിച്ചു, നിന്റെ ശരീരം കണ്ടാൽ പറയത്തില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഗ്യാസം പറഞ്ഞു, എൻ്റെ മാമച്ചായ, ഇവള് നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കരുന്നത് എന്തിനാണെന്നറിയാവോ, നമ്മുടെ വേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ട. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ എന്ന് പറയണേ. എന്താ കാര്യം എന്താന്നിരിക്കും, എനിക്ക് ഈ ആഹാരമൊന്നും വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമില്ല എന്ന് പറയണം. കാരണം അവിടെയാണെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. ഇനി ഞങ്ങൾ വേസ്റ്റ് ആക്കുന്നില്ല, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ നോക്കാൻ പറയണം. അത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ എടുക്കാൻ പറയണം. അങ്ങനെ ഇച്ചിരി ചപ്പാത്തി എടുത്തു, പിന്നെ ചിക്കൻ്റെ ഒക്കെ വെച്ച് ചാറ് മാത്രം എടുത്തു, ഇച്ചിരി ചോറും എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. നീ എങ്ങോട്ടാ പോകണമെന്ന് ഗ്രേസമ്മ ചോദിക്കുക. അത് പിന്നെ ഞാൻ അവിടെ സ്ലാമിൻ്റെ മോള് വെച്ച് കൊണ്ടുവച്ച് കഴിച്ചോളാം. എന്നിട്ട് നീ എങ്ങനെ കഴിക്കും? അവിടെ നിന്ന് കഴിക്കും.
ഇവിടെ വാടിയെന്ന് പറയണം. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആഹാരമൊക്കെ പോയി നിന്നാ കഴിക്കണേ, ആഹാരമൊക്കെ ഇരുന്ന് കഴിക്കണം. നിനക്ക് എത്ര വട്ടം തലയിൽ പറഞ്ഞാലും മനസ്സിലാവില്ലേ? അല്ല, നിനക്ക് എത്ര വട്ടം പറഞ്ഞാലും തലയിലേക്ക് കയറില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറയണം, ഞാൻ പിന്നെ കഴിച്ചോളാം, ഞാൻ എന്നാല് അതെ നിങ്ങൾ കഴിച്ചതിന് ശേഷം കഴിച്ചോളാം എന്നേ. ഇപ്പം അങ്ങനെയൊന്നും വേണ്ട, പറയാൻ അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ഇവിടെ ഇരിക്കടിയെന്ന് പറയണം. നീ ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് നിർത്തോണ്ടേ ഞങ്ങളുടെ അന്തസ്സും അഭിമാനമൊന്നും ഒരിടത്തും പോവാനില്ല, പറഞ്ഞ മനസ്സിലായല്ലോ. അന്തസ്സും അഭിമാനം നോക്കിക്കൊണ്ടല്ല ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയണം. പിന്നീട് രേവതിക്കുട്ടി അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് രേവതിക്കുട്ടിക്ക് പ്ലേറ്റ് താഴെ വെക്കാൻ ഭയങ്കര മടി. അവിടെ വെക്കടി പ്ലേറ്റ് എന്ന് പറയണം. പ്ലേറ്റ് താഴെ വെച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചിക്കൻ്റെ ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചിക്കൻ വറുത്തും അങ്ങനെ കുറേ കറികളും എല്ലാം രേവതിക്കുട്ടി പ്ലേറ്റിനകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഗ്രേസമ്മ, നിന്നെ ഒന്ന് നന്നാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം. രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രേവതിക്കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ചില നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോഴത്തേനും തന്നെ അലീനയുടെയും രേവതിക്കുട്ടിയുടെയും ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.